ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് പഠിക്കാനുള്ള അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രമാണ് റൈസ് ഓഫ് ചൈനീസ് എക്കോണമി, ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ച. എങ്ങനെയാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ച എന്ന് നമുക്ക് നോക്കാം. ചൈന is the third alternative center of power. The most important development in contemporary politics is the rise of China as an economic power. The reforms started by the Chinese government in 1970s made China a great economic power. After the reforms, China's economy is growing very fast. Last decades actually witnessed the Chinese products capturing the whole world market. It is estimated that by 2040, China will overtake America as the largest economy of the world. ചൈനയാണ് മൂന്നാമത്തെ ബദൽ അധികാര കേന്ദ്രം. സമകാലിക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ചൈനയുടെ ഉയർച്ചയാണ്. അതായത് 1970കളിൽ ചൈനീസ് ഗവൺമെൻറ് തുടങ്ങിവെച്ച പരിഷ്കാരങ്ങളുടെ വിജയമാണ് ചൈനയെ ഒരു വൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത്. പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ട ശേഷം ആ രാജ്യത്തിൻ്റെ വളർച്ച വിസ്മയകരമായിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ലോക വിപണിയെ തന്നെ പിടിച്ചെടുക്കുന്ന കാഴ്ച കഴിഞ്ഞ പതിറ്റാണ്ടുകൾ സാക്ഷ്യം വഹിച്ചു. നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥ. ചൈനയുടെ ഉൽപ്പന്നങ്ങളെ എവിടെയും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. 2040ഓടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ചൈന അമേരിക്കയെ തന്നെ മറികടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദി പവർഫുൾ എക്കോണമി, ലാർജ് പോപ്പുലേഷൻ, ലാൻഡ് മാസ്, resources, regional location and political influence added strength to China. But the most important factor for the economic growth of contemporary China is the introduction of neoliberal reforms in its economy. ഏഷ്യൻ മേഖലയുമായുള്ള സംയോജനമാണ് ചൈനയുടെ സ്വാധീനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത്, ജനസംഖ്യ, അളവറ്റ ഭൂപ്രദേശം, വിഭവങ്ങൾ, പ്രാദേശിക സ്ഥാനം, രാഷ്ട്രീയ സ്വാധീനം തുടങ്ങിയവയും ചൈനയ്ക്ക് കരുത്ത് പകരുന്നു. എങ്കിലും സമകാലിക ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള മുഖ്യ കാരണം സാമ്പത്തിക രംഗത്ത് നടപ്പിലാക്കപ്പെട്ട നവ ലിബറൽ പരിഷ്കാരങ്ങളാണ്. ആഫ്റ്റർ ദി ചൈനീസ് റവല്യൂഷൻ ഇൻ 1949, the People's Republic of China followed the Soviet model of economy. China also broke its relations with all the capitalist countries. Naturally, it had to depend on its own resources and Soviet aid and advice. Following the Soviet model, China tried to introduce state-owned heavy industries using the capital accumulated from agriculture. It did not have sufficient foreign exchange to buy technology and goods from the world market. So, China decided to depend on domestic goods rather than going for import. The Soviet model helped China to put the foundation of an industrial economy using only its own resources. The state ensured employment and social welfare to all its citizens. The economy grew at a reasonable rate of 5 to 6%. 1949 ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സോവിയറ്റ് മാതൃകയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥക്കാണ് രൂപം നൽകിയത്. അങ്ങേയറ്റം കേന്ദ്രീകൃതമായ ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയാണ് സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്നത്. കമാൻഡ് സിസ്റ്റം, ആജ്ഞാധികാര സമ്പ്രദായം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഈ സമ്പ്രദായം തന്നെയാണ് ചൈനയും സ്വീകരിച്ചത്.
സോവിയറ്റ് യൂണിയൻ്റെ നിർദ്ദേശവും സഹായവും സ്വീകരിച്ച് പ്രവർത്തിച്ച ചൈന മുതലാളിത്ത ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കി. സ്വാഭാവികമായിട്ടും സ്വന്തം വിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥ സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ചൈനയ്ക്ക് വന്നു. കൃഷിയിൽ നിന്നും സംഭരിക്കുന്ന മൂലധനം ഉപയോഗിച്ച് സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള ഘനവ്യവസായങ്ങൾ സ്ഥാപിക്കുന്ന മാതൃകയാണ് ചൈന പിന്തുടർന്നത്. അതായത് സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്ര നിയന്ത്രണത്തിലുള്ള ഘനവ്യവസായങ്ങൾ സ്ഥാപിക്കുന്ന ഒരു മാതൃകയാണ് ചൈന പിന്തുടർന്നത്. ലോക വിപണിയിൽ നിന്നും സാങ്കേതിക വിദ്യയും സാധനങ്ങളും വാങ്ങാൻ ആവശ്യമായിരുന്ന വിദേശ വിനിമയം ചൈനക്കുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇറക്കുമതിക്ക് പകരമായി സ്വന്തം വസ്തുക്കളെ തന്നെ ചൈന ആശ്രയിച്ചു. സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറ പാകാൻ സോവിയറ്റ് മാതൃക ചൈനയെ സഹായിച്ചു. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തൊഴിലും സാമൂഹ്യ ക്ഷേമവും ഉറപ്പുവരുത്തി. പൗരന്മാർക്ക് വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിൽ ചൈന വികസ്വര രാജ്യങ്ങളുടെ മുന്നിലെത്തുകയും ചെയ്തു. 5-6% നിരക്കിൽ സമ്പദ് വ്യവസ്ഥ വളർച്ച നേടുകയും ചെയ്തു. ഈ രാഷ്ട്ര നിയന്ത്രണത്തിൽ അധിഷ്ഠിതമായ വ്യവസായ മേഖലയിലൂടെ ചൈന സമ്പദ് വ്യവസ്ഥയെ വളർച്ച കൈവരിക്കുകയും ചെയ്തു. But the annual growth of population adversely affected the rapid growth of Chinese economy. The economic growth was really insufficient to meet the needs of the growing population. Agricultural production was not sufficient to generate a surplus for industry. എന്നാൽ ജനസംഖ്യയിലുണ്ടായ അമിത വളർച്ച ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ തകിടമറിച്ചു. വളർന്നു വന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാമ്പത്തിക വളർച്ച മതിയായിരുന്നില്ല. മിച്ചോൽപാദനം നടത്തുന്നതിനുള്ള ക്ഷമത കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതിനാൽ വ്യാവസായിക മേഖലയ്ക്ക് വേണ്ട അസംസ്കൃത വിഭവങ്ങൾ നൽകാൻ കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞില്ല. In order to overcome the problems faced by the economy, the Chinese leadership took some major policy decisions in 1970s. They ended the political and economic isolation of China by establishing relations with America. In 1973, Prime Minister Zhou Enlai suggested for modernization. They are the proposals to modernize agriculture, industry, science and technology and military. സമ്പദ് വ്യവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കുന്നതിന് ചൈനീസ് നേതൃത്വം 1970-കളിൽ പ്രധാനപ്പെട്ട ചില നയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. ചൈനയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 1972-ൽ അമേരിക്കയുമായി ചൈന ബന്ധം സ്ഥാപിച്ചു. 1973-ൽ പ്രധാനമന്ത്രിയായ ചൗ എൻലായ് 4 നവീകരണങ്ങൾ ഫോർ മോഡേണൈസേഷൻ നിർദ്ദേശിച്ചു. അവയാണ് കൃഷി, വ്യവസായം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സൈന്യം എന്നിവയെ നവീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളായിരുന്നു അവ. When Deng Xiaoping came to power, revolutionary changes are introduced in the Chinese economy. In 1978, Deng announced an open door policy and economic reforms in China. This policy was designed to generate higher productivity through foreign capital investments and technology. The introduction of a market economy, privatization and liberalization are the major programs included in the economic reforms announced by Deng. ഡെങ് സിയാവോപിങ് അധികാരത്തിലെത്തിയതോടെയാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമാധികാരത്തിന് കോട്ടം തട്ടാതെ തന്നെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ നവീകരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. 1978-ൽ ഡെങ് സിയാവോപിങ് ഒരു തുറന്ന വാതിൽ നയവും സാമ്പത്തിക പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചു. ചൈന followed its own path in introducing a market economy. Deng and other leaders were not prepared for a shock therapy in Chinese economy. In 1982, agriculture was privatized.
It was followed by the privatization of industries in 1998. Trade barriers were removed in special economic zones. Foreign investors were permitted to set up enterprise there. The state played a crucial role in setting up a market economy. 1978 ഡെങ് സിയാവോപിങ് ഒരു തുറന്ന വാതിൽ നയവും സാമ്പത്തിക പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണം, ചരക്കുൽപാദനം, കമ്പോള സമ്പദ് വ്യവസ്ഥ, സ്വകാര്യ ഉടമസ്ഥത തുടങ്ങിയ പരിഷ്കാരങ്ങൾ അതിലുൾപ്പെടുന്നു. വിദേശ മൂലധനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും നിക്ഷേപത്തിലൂടെ ഉയർന്ന ഉൽപാദനക്ഷമത കൈവരിക്കുകയായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. ഒരു കമ്പോള വ്യവസ്ഥ അവതരിപ്പിക്കുന്നതിന് ചൈന സ്വന്തം മാർഗമാണ് പിന്തുടർന്നത്. അതായത് അവർ സമ്പദ് വ്യവസ്ഥയെ ഓരോ പടിപടിയായിട്ട് കമ്പോളവൽക്കരിച്ചു. 1982 കൃഷിയെ സ്വകാര്യവൽക്കരിച്ചു. 1998 വ്യവസായത്തെയും വ്യാപാര വിലക്കുകളും തടസ്സങ്ങളും പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ മാത്രം ഒഴിവാക്കി. അവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ വിദേശ നിക്ഷേപകരെ അനുവദിക്കുകയും ചെയ്തു. ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യം പ്രധാന പങ്കുവഹിച്ചു. ദി ന്യൂ എക്കണോമിക് പോളിസീസ് സേവ്ഡ് ചൈനീസ് എക്കോണമി ഫ്രം സ്റ്റാഗ്നേഷൻ. Privatization of agriculture led to a remarkable rise in agricultural production and rural incomes. Personal savings in the rural economy led to a considerable growth in rural industries. The Chinese economy, including both industry and agriculture, grew at a faster rate. ഡെങ് സിയാവോപിങ്ങിൻ്റെ കമ്പോളാനുകൂല സോഷ്യലിസം ചൈനയിൽ വിസ്മയകരമായ പുരോഗതി കൊണ്ടുവന്നു. കൃഷിയിടങ്ങൾ സ്വകാര്യവൽക്കരണം കാർഷികോൽപാദനത്തിലും ഗ്രാമീണ വരുമാനത്തിലും ശ്രദ്ധേയമായ ഉയർച്ച ഉണ്ടാക്കി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ സ്വകാര്യ സമ്പാദ്യങ്ങൾ ഗ്രാമീണ വ്യവസായത്തിൽ വളരെയധികം പുരോഗതിക്ക് കാരണമായി. കൃഷിയും വ്യവസായവും ഉൾപ്പെടെ ചൈനീസ് സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളർന്നു. The new trading laws and the creation of special economic zones led to a marvelous rise in foreign trade. China has large foreign exchange reserves, so it could make big investments in other countries. In 2001, China became a member of World Trade Organization. It was a further step in opening the country to the outside world. താമസിയാതെ ചൈന ലോകത്തിലെ ഏറ്റവും പ്രധാന പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിനുള്ള കേന്ദ്രമായിത്തീർന്നു. മറ്റു രാജ്യങ്ങളിൽ വൻ നിക്ഷേപങ്ങൾ നടത്താൻ കഴിയും വിധം വിദേശ വിനിമയ കരുതൽ ചൈന ആർജിച്ചു. ചൈനയുടെ വിദേശ വിനിമയ കരുതൽ ശേഖരവും വർദ്ധിച്ചു. ഇതോടെ മറ്റു രാജ്യങ്ങളിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താനുള്ള കഴിവ് രാജ്യം ആർജിച്ചു. 2001 ചൈനയ്ക്ക് ലോക വ്യാപാര സംഘടനയിൽ അംഗത്വം ലഭിച്ചു. രാജ്യത്തെ പുറം ലോകത്തിന് തുറന്നു കൊടുക്കാനുള്ള മറ്റൊരു ചുവടുവെപ്പായിരുന്നു ഇത്. The Chinese economy improved dramatically. All sections of people in the country did not get the benefit of the reforms. Unemployment has risen in the country, with nearly 100 million people looking for jobs. Women employment and conditions of work are also very bad. ചൈനീസ് സമ്പദ് വ്യവസ്ഥ നാടകീയമായ പുരോഗതി കൈവരിച്ചുവെങ്കിലും പരിഷ്കാരങ്ങളുടെ പ്രയോജനം രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭിച്ചില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മ ഉയർന്നു. ഉദ്ദേശം 100 ദശലക്ഷം തൊഴിൽ രഹിതർ ചൈനയിൽ ജോലി തേടി അലയുന്നു. വേലയും തൊഴിൽ സ്ഥലങ്ങളിലെ പ്രവൃത്തി സാഹചര്യങ്ങളും വളരെയധികം മോശമാണ്. എൻവയോൺമെൻ്റൽ ഡിഗ്രഡേഷൻ ആൻഡ് കറപ്ഷൻ ആർ ഇൻക്രീസിങ് ഇൻ ചൈന. പരിസ്ഥിതി നാശവും അഴിമതിയും ചൈനയിൽ വർദ്ധിച്ചു വരികയാണ്. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും നിവാസികൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വവും വർദ്ധിച്ചു. Despite these drawbacks, China has become a remarkable economic power both regionally and globally. China's economic relations with other countries created an atmosphere of interdependence. It enabled China to exert considerable influence on its trade partners.
its outstanding issues with Japan, the US, ASEAN, and Russia have been settled by economic considerations. China made substantial contributions to the stability of the ASEAN economy. It reduced fears of China's rise and progress. പ്രാദേശിക ആഗോളതലത്തിൽ ചൈന അവഗണിക്കാനാത്ത ഒരു സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പോരായ്മകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളുമുള്ള ചൈനയുടെ സാമ്പത്തിക ബന്ധങ്ങൾ പരസ്പരാശ്രയത്വം സൃഷ്ടിക്കുകയുണ്ടായി. ചൈനയുമായുള്ള ബന്ധം പുറം ലോകത്തിന് അനിവാര്യമായി തീർന്നു. ഇത് തങ്ങളുടെ വ്യാപാര പങ്കാളികളുടെ മേൽ സ്വാധീനം ചെലുത്താൻ ചൈനയെ പ്രാപ്തമാക്കി. ജപ്പാൻ, അമേരിക്ക, ആസിയാൻ, റഷ്യ എന്നിവയുമായുള്ള ചൈനയുടെ പ്രശ്നങ്ങൾ ശാന്തമാക്കുന്നതിന് ഈ സാമ്പത്തിക പരിഗണനകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 1997 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആസിയാൻ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരത നിലനിർത്തുന്നതിന് ചൈന ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചൈനയുടെ ഉയർച്ചയും മുന്നേറ്റവും ഉയർത്തിയ ഭയാശങ്കകളെ അകറ്റുവാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യ-ചൈന റിലേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇന്ത്യ-ചൈന ബന്ധങ്ങൾ. ഇന്ത്യ ആൻഡ് ചൈന were great powers in Asia before the advent of Western imperialism. China had great influence and control on the periphery of its borders. ഇന്ത്യ-ചൈന ബന്ധങ്ങൾ. പാശ്ചാത്യ സാമ്രാജ്യത്തിൻ്റെ കയറ്റത്തിന് മുമ്പ് ഇന്ത്യയും, അതായത് പാശ്ചാത്യ ശക്തികൾ വരുന്നതിന് മുമ്പ് ഇന്ത്യയും ചൈനയും ഏഷ്യയിലെ വൻ ശക്തികളായിരുന്നു. ചൈനയ്ക്ക് അതിൻ്റെ അതിർത്തികളുടെ പ്രാന്തപ്രദേശങ്ങളിൽ പോലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. Like China, India also extended its influence beyond the boundaries. Thus, both countries had political, economic, and cultural influence beyond their borders. ചൈനയെപ്പോലെ ഇന്ത്യയും അതിൻ്റെ സ്വാധീനം അതിർത്തിക്കപ്പുറത്തേക്ക് വ്യാപിച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കും രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ സ്വാധീന ശക്തിയാണ് ഉണ്ടായിരുന്നത്. Political and cultural interaction between India and China was very limited, so both countries were strange and unfamiliar with each other. Hence, when the two nations confronted each other in the 20th century, they experienced difficulties in evolving a foreign policy to deal with each other. ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഇടപാടുകൾ വളരെ പരിമിതമായിരുന്നു. അതിനാൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പരിചയമോ അടുപ്പമോ ഉണ്ടായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ അഭിമുഖീകരിച്ചപ്പോൾ പരസ്പരം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. When India gained independence and China expelled the foreign powers, it was hoped that both countries would join hands to shape the future of the developing world, especially of Asia. For a brief period, the slogan of Hindi Chini Bhai Bhai was popular in both countries. Unfortunately, the Dalai Lama issue and border disputes strained the relations between the two countries and brought them into direct conflict. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും ചൈന വിദേശ ശക്തികളെ പുറത്താക്കുകയും ചെയ്തപ്പോൾ അത് വലിയ പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നു. അതായത് വികസ്വര രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഏഷ്യയുടെയും ഭാവി രൂപപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പലരും പ്രതീക്ഷിക്കുകയുണ്ടായി. ഹിന്ദി ചീനി ബായി ബായി എന്ന മുദ്രാവാക്യം കുറച്ചു കാലത്തേക്കെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ രണ്ട് സംഭവങ്ങൾ ഈ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും ചെയ്തു. പരസ്പരം കടുത്ത ശത്രുക്കളായി മാറ്റുകയും ചെയ്തു. In 1959, thousands of Tibetan refugees and their spiritual leader, Dalai Lama, took political asylum in India. This incident worsened Indo-Chinese relations. Meanwhile, a border dispute arose between India and China over Arunachal Pradesh and Aksai Chin
region of Ladakh. 1950 ചൈന ടിബറ്റ് കൈവശപ്പെടുത്തുകയും ദലൈലാമയും കൂട്ടരും ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിന് കാരണമായി. അരുണാചൽ പ്രദേശ്, ലഡാക്കിലെ അക്സായ് ചിൻ പ്രദേശം എന്നിവയെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിൽ രൂക്ഷമായ അതിർത്തി തർക്കമുണ്ടാവുകയും ചെയ്തു. In 1962, China made a surprise attack on India. In this war, India suffered military reverses. It created far-reaching consequences in the India-China relations. Diplomatic relations between the two countries were downgraded until 1976. 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് സൈനികമായ തിരിച്ചടികളുണ്ടായി. ഈ സംഭവം ഇന്ത്യ-ചൈന ബന്ധങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. യുദ്ധത്തിന് ശേഷം 2 പതിറ്റാണ്ട് കാലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പരം ഒരു ശത്രുതാ മനോഭാവം നിലനിന്നിരുന്നു. പിന്നീട് 1976 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങി. ദി വിസിറ്റ് ഓഫ് രാജീവ് ഗാന്ധി to China in 1988 opened a new chapter in the Indo-Chinese relations. It provided a new impetus in improving the relation between the two countries. 1988 രാജീവ് ഗാന്ധി നടത്തിയ ചൈന സന്ദർശനവും 1991 ചൈനീസ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് കാരണമായി. അതിനുശേഷം സംഘർഷങ്ങൾ തടയാനും അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിനും ഇരു ഗവൺമെൻറ്റുകളും നടപടികളെടുക്കുകയും ചെയ്തു. Both India and China took many measures to improve the trade relations. They have opened 4 borders posts for trade since 1999, and increase of 30% is recorded in the trade between India and China. ഇന്ത്യ-ചൈന വ്യാപാരത്തെ മെച്ചപ്പെടുത്തുന്നതിനായി ഇരു ഗവൺമെൻറ്റുകളും നടപടികൾ സ്വീകരിക്കേണ്ടായി. വ്യാപാരത്തിനായിട്ട് 4 അതിർത്തി പോസ്റ്റുകൾ തുറന്നു. 1999 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ 30% വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. More recently, India and China have agreed to cooperate with each other in energy deals abroad. Besides, both countries have adopted similar policies in international economic institutions like World Trade Organization. വിദേശ ഊർജ ഇടപാടുകൾ പോലെയുള്ള സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലും ഈ അടുത്ത കാലത്ത് ഇന്ത്യയും ചൈനയും സഹകരിക്കാമെന്ന് സമ്മതിച്ചു. അതേപോലെ തന്നെ മറ്റൊന്നാണ് ലോക വ്യാപാര സംഘടന പോലെയുള്ള അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ സമാനമായ നയങ്ങളാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. The leaders and officials of China and India visit Delhi and Beijing with greater frequency. Both countries are now becoming more familiar with each other. Increasing transportation and communication links, common economic interests, and global concerns should help to establish a more positive relationship between the two most populous countries of the world. ഇന്ത്യയിലെയും ചൈനയിലെയും നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും ഇടയ്ക്കിടയ്ക്ക് ബീജിങ്ങിലും ന്യൂഡൽഹിയിലും സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. ഇരു വിഭാഗവും ഇപ്പോൾ കൂടുതൽ പരസ്പരം സുപരിചിതമായിക്കൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ച വാർത്താവിനിമയ ബന്ധങ്ങളും പൊതുവായ സാമ്പത്തിക താൽപ്പര്യങ്ങളും ആഗോള പരിഗണനകളും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ക്രിയാത്മകവും ആരോഗ്യകരമായ ബന്ധം വളർത്തുന്നതിന് സഹായിക്കുമെന്ന് ഉറപ്പാണ്. ഇത്രയാണ് ഇന്ത്യ-ചൈന റിലേഷൻസ്. നമ്മൾ അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രമായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ് ജപ്പാൻ സമ്പദ് വ്യവസ്ഥ. നമുക്ക് ജപ്പാൻ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. Japan is famous for making high technology products. Japanese brands such as Sony, Panasonic, Canon, etc. are very famous all over the world. ജപ്പാൻ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ഉൽപ്പന്നങ്ങളും സോണി, പാനസോണിക്, കാനൺ തുടങ്ങിയ ബ്രാൻഡുകളും ഏറെ പ്രസിദ്ധമാണ്. ജപ്പാൻ
is very popular for making high technology products, but they have very few natural resources. The country does not have oil, uranium, aluminum and nickel, etc. Most of the raw materials are imported. ജപ്പാനിൽ പ്രകൃതി വിഭവങ്ങൾ കുറവാണ്. അത് അവർ എണ്ണ, യുറേനിയം, അലൂമിനിയം തുടങ്ങിയിട്ടുള്ള വിഭവങ്ങളൊന്നും അവിടെ ഇല്ല. മിക്ക അസംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്യുകയാണ്. എന്നിട്ടും ജപ്പാൻ്റെ പുരോഗതി വിസ്മയകരമാണ്. The speed and extent of its progress after Second World War really shocked the world. Japan became a member of the Organization for Economic Cooperation and Development in 1964. In 2017, it is the third largest economy in the world. It is the only Asian member of the G8. ജപ്പാനിൽ പ്രകൃതി വിഭവങ്ങൾ കുറവാണ്. എന്നിട്ട് പോലും ജപ്പാൻ്റെ പുരോഗതി വിസ്മയകരമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ രാജ്യം കൈവരിച്ച പുരോഗതിയുടെ വേഗതയും അളവും ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ആണവ നശീകരണത്തിൻ്റെ ഭീകരതകളും ദുരന്തങ്ങളും അനുഭവിച്ച ആദ്യത്തെ രാഷ്ട്രമാണ് ജപ്പാൻ. ഐക്യരാഷ്ട്രസഭയുടെ റെഗുലർ ബജറ്റിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രണ്ടാമത്തെ രാജ്യവുമാണ് ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ജപ്പാൻ മാറി. G8-ലെ ഏക ഏഷ്യൻ അംഗം ജപ്പാനാണ്. ലോക ജനസംഖ്യയിൽ ജപ്പാന് 10ാം സ്ഥാനമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആണവ നശീകരണത്തിൽ പാടെ നശിപ്പിക്കപ്പെട്ട രാജ്യമായിരുന്നിട്ടും ജപ്പാൻ്റെ പുരോഗതി വളരെയധികം വിസ്മയകരമായിരുന്നു. കാരണം അത്രത്തോളം പുരോഗതിയിലേക്ക് എത്താൻ ജപ്പാൻ സാധിച്ചു എന്നുള്ളതാണ്. പൊതുവെ സമാധാനപരമായ ഒരു വിദേശ നയമാണ് ജപ്പാൻ പിന്തുടരുന്നത്. 1951 മുതൽ അമേരിക്കയുമായി ഒരു സുരക്ഷാ സഖ്യം ജപ്പാൻ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങളെക്കുറിച്ച്.